അച്ഛന് പറ അവളെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ. അപ്പോൾ ഇന്നതാണ് പറ സംസാരിക്ക്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുകയാണ്, അതാണ് ഈ സൗണ്ട് കേട്ടോ. എന്നും കാണാറുണ്ട് കേട്ടോ അവള്. എന്നും അങ്ങനെ വരാറില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ അവള് പുറത്തേക്ക് വരുമ്പോ കാണാറുണ്ട്. ഞങ്ങളെ കിളികളുടെ സൗണ്ട് കേൾപ്പിച്ചു സ്കൂളിൽ പോയപ്പോ. കിളി പറന്നു വിട്ട സ്പീഡില്. ഞാനിവിടെ കുഞ്ഞുസിന്റെ ഡാൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഏത് ഡാൻസ്? നീ ഇങ്ങനെ പറവകൾ പാറി അങ്ങനെ പറയുമ്പോ ചിറകിട്ടായിട്ട് ചിറകിട് ഇങ്ങനെ ആ കിളിയില്ലേ, അവിടെ ഒരു കിളി ഉണ്ടായിരുന്നു, ആ കിളി ചിറക് ഇങ്ങനെ വിടർത്തി. ഇപ്പൊ എന്നത് കണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടെ. പോയിട്ടാ പോയി 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 അത് പോയപ്പോ എനിക്ക് ഇങ്ങനെ ചിറക് വെക്കുന്നുണ്ട്. എനിക്കൊന്ന് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉള്ളതുണ്ടാവും. എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും പറ്റുന്നത് ഞാൻ വന്നിട്ട് ട്യൂഷന് പോവും. അപ്പോൾ ഇവളാണ് എടുക്കുക, എനിക്കറിയില്ല. വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാൽ മതി. അന്ന് വിളിച്ചവരെന്താ വിളിക്കില്ലേ, ഒന്ന് ഞാൻ വിളിച്ചവരെന്തൊക്കെയാ ഞാൻ അവിടെ മൈസെൽഫിൽ ഇവള് പറയണ്ടായിരുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മൈസെൽഫ്, ആ വീഡിയോയിൽ ഇവള് പറഞ്ഞതാണ് എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. നമ്മൾ അന്ന് വിളിച്ചവരെന്താ കളിച്ചില്ലേ, അപ്പം അവിടെ വിളിച്ചു ഞാൻ. അപ്പം അങ്ങോട്ട് വന്നില്ല, അപ്പം ഞാൻ ഓളിടർന്നായിരുന്നു അവിടെ നിന്ന്. അപ്പം അവൾ അങ്ങോട്ട് വരുമല്ലോ, അപ്പം നമുക്ക് ചാടി വന്നിട്ട് സാറ്റടിക്കാറുണ്ട്. അങ്ങനെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അത് പൊളിഞ്ഞു ചെയ്തില്ല. ലൈറ്റോ ഓക്കെ. കണ്ണിക്കടിക്കുക രാവിലെ എനിക്കുമ്പോഴേക്ക് ലേറ്റ് കണ്ണിക്കടിക്കായിരുന്നു. ഞാൻ പല്ല് വെച്ചു കേട്ടോ, പല്ലൊക്കെ തേച്ചു. ഞാൻ പല്ലൊക്കെ തേച്ചു ഗൈസ്. നിന്റെ കയ്യേ എന്താണ് കുറച്ച് കഴിയുമ്പോൾ മുഖത്തൊക്കെ തൊടുമ്പോൾ നല്ല തണുപ്പായിരിക്കും. മുഖം ചൂടാ, അതുകൊണ്ടാ. ബാ ഞാത്തേക്ക് പോവാം. അകത്ത് പാപ്പൻ ക്രിക്കറ്റ് കളി കാണുകയാണ്. ലൈറ്റ് ഓൺ ചെയ്യാം. അവിടെ പോയി ഫുഡ് കഴിക്കാനായിരുന്നു. പക്ഷേ ഞാൻ പല്ലിച്ച് കഴിഞ്ഞിട്ട് എന്തൊരു കഷായം പോലത്തെ സാധനമില്ലേ മേടിച്ചോണ്ടായിരുന്നത് അമ്മ, ആ സാധനം കുടിക്കായിരുന്നു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നീ കുടിച്ചോ? കുറച്ചൊക്കെ. നീ കഴിക്കുന്ന രസം ഉണ്ടാവില്ല, പക്ഷെ നീ തേനിലൂട്ട് കഴിച്ചോ? പക്ഷെ ഞാൻ തേനിലൂട്ട് കഴിച്ചു, ഞാൻ കഴിച്ചില്ല കേട്ടോ, കഴിച്ചു. ബായോ ഇത് ഇന്നലെ എഴുതി പിരികൻ്റെ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഉറക്കത്തിൽ നിന്ന് എനിച്ചോണ്ടാട്ടെ ഈ ഒരു കൂറ ലോകം. പല്ലാക്കും ഉറക്കത്തിൽ നിന്ന് എനിച്ചാ പിന്നെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഇരിപ്പ ഉറക്കത്തിൽ നിന്ന് എനിച്ച പുറത്തേക്ക് നോക്കി. പിന്നെ ഇത്ര നേരം അമ്മയുടെ ഫോൺ കാണാമായിരുന്നു രാവിലെ തന്നെ എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്നെക്കാൾ നേരത്തെ എനിച്ചു കേട്ടോ അവർ. എന്നിട്ട് എൻ്റെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന്. അടുക്കളയിൽ എന്താണെന്ന് നോക്കാം. പയർ തോരനുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. പിന്നെ ഇവിടെ ചോറ് ഊറ്റാണ്, ചോറുണ്ട്, കടച്ചക്ക കൂട്ടാനുണ്ട്. ഇത് കടച്ചക്കയാണ് കേട്ടോ, ഇങ്ങനെ ഉപ്പേരി വെച്ചത്. പിന്നെ ചോറ്, ഇത് ഉപ്പ് മാങ്ങ. ഇതെന്താ ഭയ മുടി കണ്ട സ്പ്രിങ് ആയിട്ട്. ബാഗ്
ഇത് ഞാൻ ചട്ടിയിട്ടതാട്ടോ, അയ്യോ ഇത് ഞാൻ ചട്ടിയിട്ടതാട്ടോ, ട്യൂഷൻ കൊണ്ട് അല്ലേ ചട്ടിയിട്ട് പഠിച്ചതാ. ഇത് എൻ്റെ ബോക്സ് ഇൻസ്ട്രുമെൻ്റ് കേട്ടോ. ഞാൻ പോയിട്ട് എൻ്റെ ബാഗ് ഒതുക്കട്ടെ, ഇവളുടെ ബാഗ് ഒതുക്കാം, ബാഗ് സെറ്റ് ചെയ്യാം. ഞാൻ പോയിട്ട് എൻ്റെ ബാഗ് എടുത്തിട്ട് വരാം. അതാണ് എൻ്റെ ബാഗ്. അതവിടെ അവിടെ ബലൂൺ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ ബുക്കിലാണ് ഇതെന്നും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ബുക്കൊക്കെ ഞങ്ങൾ ഋഷികയാണ് കേട്ടോ വീഡിയോ എടുക്കണേ. അപ്പോൾ അവൾക്ക് എന്നുണ്ടാവുന്ന ബുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. റഫ് ബുക്കിനൊക്കെയാണ് പറയുന്നത്. ഏതാണെന്നൊന്നും അറിയില്ല കേട്ടോ, വായിക്കാനൊന്നും അറിയില്ല. ഇനി ഇതാണ് കേട്ടോ എൻ്റെ ടൈം ടേബിൾ. ഞാനാട്ടോ വീട്ടിൽ ഇതാണ് എൻ്റെ ടൈം ടേബിൾ. ഇത് ഋഷികയുടെ ടൈം ടേബിളാട്ടോ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇംഗ്ലീഷ് സോഷ്യൽ സാൻസ്ക്രിറ്റ് ആണ്, പക്ഷേ മലയാളം ഫസ്റ്റ് എന്നാണ് ടീച്ചർ എഴുതുന്നത്. അപ്പോൾ സാൻസ്ക്രിറ്റ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ മാത്സ്, ഹിന്ദി, മലയാളം സെക്കൻഡ്, പിന്നെ IT, മാത്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് വ്യാഴാഴ്ച ആയിരുന്നു തോന്നുന്നത്. വ്യാഴാഴ്ച തന്നെയാണ്. അപ്പോൾ ഇത് ഋഷികേനെ അമ്മ റെഡിയാക്കുകയാണ്. എന്നിട്ട് ഇതേ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അവൾക്ക് ബെൽറ്റൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ പിരികൻ എഴുതാൻ വരികയാണ് കേട്ടോ. പിരികൻ അവൾ എഴുതാറുണ്ട്. അപ്പോൾ പിരികൻ എഴുതാൻ വരികയാണ്. അപ്പോൾ ഗൈസ് നേരത്തെ നിങ്ങൾ കണ്ടത് ഞാൻ റെഡി ആവാൻ പോകാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതേ കുഞ്ഞോസ് ഇരുന്ന് എഴുതുക കേട്ടോ. അവൾക്ക് ടീച്ചർ കുറേ എഴുതാൻ കൊടുത്തിട്ടുണ്ടാവുന്നു. കാര്യം 2 ദിവസം മുടക്കല്ലേ. എന്നിട്ട് ഞാൻ പറയാതെ എൻ്റെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് എനിക്ക് മാത്സ് ആയിരുന്നു കേട്ടോ. അവിടെ ക്രിക്കറ്റ് കളി നടക്കായതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു പഠിക്കാമെന്ന്. കാര്യം 2 ദിവസം മുടക്കായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞായറാഴ്ച സാറ്റർഡേ അങ്ങനെയൊക്കെ പഠിക്കാമെന്ന്. പക്ഷേ ക്രിക്കറ്റ് കളി ആയിട്ട് എനിക്ക് ഇഷ്ടമില്ലാണ്ട് ഞാൻ പഠിക്കാൻ വന്നു. എന്നിട്ട് ഇതേ അച്ഛനൊക്കെ നോക്കി കളിയാക്കാണ്. അപ്പോൾ ഋഷികയുടെ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ട്യൂഷൻ കഴിഞ്ഞു. ഇപ്പോൾ ദേ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ട് സെറ്റാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ദേ ഞാനിവിടെ റൂമിലാണ്. അവിടെ ക്രിക്കറ്റ് കളിയാണ്. അപ്പോൾ ഞാൻ നേരെ ഋഷികേനെ കാണിക്കാം. ഇത് അവളുടെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഋഷിക ഇവിടെ നിന്ന് എഴുതുക കേട്ടോ. നേരത്തെ കാണിച്ചു. ഇവിടെ ഏടെ ചിഹ്നവും 18ഉം പിന്നെന്താ 9ഉം അയ്യയുടെ ഇതെന്താ ഇങ്ങനെ എഴുതിയേക്കണം. അയ്യൊക്കെ മാത്സ് ബുക്കാണ് കേട്ടോ. മര്യാദക്ക് ഇതാക്കുന്നു. ഇത് ടീച്ചർ കൊടുത്ത സ്റ്റിക്കർ ആട്ടോ അത്. പറഞ്ഞോ ഇതാരെ എഴുതിയെന്ന്? നീ റോൾ നമ്പർ 2 ബുക്കിന്റെ നമ്പർ അല്ലേ എഴുതണ്ടേ? പ്രസന്റ് വിളിക്കുമ്പോഴത്തെ നമ്പർ ഇല്ലേ, അതാണ് എഴുതണ്ടേ. റോൾ നമ്പർ 2 ഗൈസ്. അച്ഛന് മീൻ വേണമെന്ന് പറഞ്ഞു. അവിടെ റിമോട്ട് ഉണ്ട്. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ്. നീ വരയിട്ട് പഠിക്കണമെന്നല്ലേ ഞാൻ ഏറ്റു. ഗൈസ് ഇത്രയുള്ള ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ് കുഞ്ഞൂസൊക്കെ ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തെറ്റാ. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട്
11 മണിയായി. സിനിമ കഴിഞ്ഞിപ്പോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ്, ഡേ മൈ ലൈഫാണ്. അവളെ പറഞ്ഞുകൊണ്ടെടുത്താണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പറഞ്ഞൊക്കെ ചെയ്യണം. അപ്പോൾ